നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 282nd day. Today 53rd sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 282ാം ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 53ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 53ാമത്തെ ശ്ലോകം. താവത് കാലം സഗർഭേവ ഗുപ്താ തിഷ്ടഗൃഹേ സുഖം, വിത്തം ത്വം മത്പരപദേദ്യശ്ച സ തേ ദാസ്യതി ബാലകം. താവത് കാലം സഗർഭേവ ഗുപ്താ തിഷ്ടഗൃഹേ സുഖം, വിത്തം ത്വം മത്പരപദേദ്യശ്ച സ തേ ദാസ്യതി ബാലകം. ഓം തത്സത്. ആ അനുജത്തി പറയുകയാണ്, ഗർഭകാലം കഴിയുന്നതുവരെ നീ വീടിൻ്റെ അകത്ത് സുഖമായി വസിച്ചുകൊള്ളുക. ആരുടെയും കണ്ണിൽപ്പെടാതെ സുഖമായി വസിച്ചുകൊള്ളുക. ഞാൻ എൻ്റെ ശിശുവിനെ പ്രസവിച്ചിട്ട് എനിക്ക് നൽകാം. പക്ഷേ അതിനായി എൻ്റെ ഭർത്താവിൻ്റെ അനുവാദം വേണം. കുറച്ച് ധനം നൽകി എൻ്റെ ഭർത്താവിനെ സമ്മതിപ്പിച്ച് ശിശുവിനെ സ്വീകരിച്ചു കൊള്ളുക. ശിശുവിനെ തരാം എന്നാണ് അനുജത്തി പറയുന്നത്. ദുന്ദുലി തൻ്റെ ഭർത്താവിനോട് താൻ പഴം ഭക്ഷിച്ചു എന്ന് പറയുകയും ചെയ്തു. എന്നാൽ പക്ഷം ഭക്ഷിക്കാതെ കളയുകയും ചെയ്തു. അപ്പോൾ ദുന്ദുബിക്ക് വല്ലാത്തൊരു വിഷമം. താൻ ഗർഭിണിയല്ലെന്നറിഞ്ഞാൽ ഭർത്താവ് എന്തു പറയും, പഴം ഭക്ഷിച്ചിട്ട് ഗർഭിണിയാവാതെ ഇരിക്കുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള തൻ്റെ സങ്കടം തൻ്റെ അനുജത്തി യാദൃച്ഛികമായി അവിടെ വന്നു ചേർന്ന തൻ്റെ അനുജത്തിയോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അനുജത്തി പറയുകയാണ്, ഞാൻ ഗർഭിണിയാണ്, എൻ്റെ ശിശുവിനെ തരാം, ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും കാണാതെ ഗൃഹത്തിനകത്ത് സുഖമായി വസിച്ചു കൊള്ളുക. ഗർഭകാലമാകുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ട് എൻ്റെ ശിശുവിനെ തരാം. എൻ്റെ ശിശുവിനെ തരണമെങ്കിൽ എൻ്റെ ഭർത്താവിന് കുറച്ച് വിത്തം എന്ന് പറഞ്ഞാൽ ധനം നൽകി എൻ്റെ ഭർത്താവിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ഞാൻ പ്രസവിക്കുന്ന ശിശുവിനെ നിനക്ക് നൽകാം എന്നാണ് പറയുന്നത്. ദുന്ദുലിയുടെ അനുജത്തിയും ദുന്ദുലിയെ പോലെ തന്നെയുള്ള സ്വഭാവക്കാരിയാണ്. പണത്തിനാണ് അവൾക്ക് ആശ. പണത്തിനു വേണ്ടി അവൾ തൻ്റെ ശിശുവിനെ തൻ്റെ ജ്യേഷ്ഠത്തിക്ക് നൽകാം. പണം നൽകൂ, ഞാൻ എൻ്റെ ശിശുവിനെ നൽകാം എന്നാണ് പറയുന്നത്. ഭർത്താവിന് സമ്മതിപ്പിക്കാൻ പണം വേണം എന്ന രീതിയിൽ പറയുകയാണ്. ആ ഗർഭകാലം വരെ, ഈ ശ്ലോകത്തിൽ പറയുന്നു, ആ ഗർഭകാലം വരെ നീ ഗുപ്ത എന്ന് പറഞ്ഞ രഹസ്യമായി വീട്ടിൽ സുഖമായി കഴിഞ്ഞുകൊള്ളുക. ഭർത്താവിന് പണം നൽകിയിട്ട് ബാലനെ അല്ലെങ്കിൽ ശിശുവിനെ എടുത്തുകൊള്ളുക എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. താവത് കാലം സഗർഭേവ ഗുപ്താ തിഷ്ടഗൃഹീ സുഖം, വിത്തം ത്വം മത്പദേദ്യശ്ച സ തേ ദാസ്യതി ബാലകം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു.